രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെടുകയാണ്. ഞാൻ കണക്കൊക്കെ പറയാം. രാജ്യത്തുടനീളം ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതന്മാരെ ആക്രമിക്കപ്പെടുന്നു, പുരോഹിതന്മാരെ വൈദികരെ ജയിലിലാക്കുന്നു, ക്രിസ്മസ് ആരാധനാക്രമം പോലും തടസ്സപ്പെടുത്തുന്നു. രാജ്യവ്യാപകമായി അവരുടെ സ്ഥാപനങ്ങളിൽ കടന്നു കയറുന്നു, ബഹളങ്ങൾ ഉണ്ടാക്കുന്നു. കേരളത്തിൽ വന്നിട്ട് ക്രിസ്മസിന് ഈസ്റ്ററിനും കേക്ക് കൊടുക്കാൻ പോകുന്നു. ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളായി BJPക്കാർ മാറുകയാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ ക്രിസ്ത്യൻ വോട്ട് കിട്ടാൻ വേണ്ടി അത് കറക്റ്റായിട്ട് ദീപിക അത് പറഞ്ഞു. സത്യമാണോ പറഞ്ഞത്? അല്ല, അത് അവർ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരിപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഓരോ സമയമുണ്ടല്ലോ. അതിപ്പോൾ ഞാനത് നേരത്തെ പറയണേ, ഇപ്പം നേരത്തെ അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ഞാൻ സ്ഥിരമായി ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം. കാരണം ഒരു ദിവസം ഇന്ത്യയിൽ എവിടെ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടാലും അതിൻ്റെ റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. എല്ലാ ദിവസവും പാർലമെൻറ്റിൽ നമ്മുടെ MP-മാർ നിരന്തരമായി ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട്. നിരന്തരമായി നമ്മുടെ MP-മാർ നിരന്തരമായി പറയാറുണ്ട് ഈ വിഷയങ്ങൾ. ഞാൻ എല്ലാ സ്ഥലത്തും സ്ഥിരമായി പറയുന്ന ആൾ. ദീപിക മുഖപ്രസംഗം എഴുതി. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാർ വേട്ടയാടുന്നത് ക്രൈസ്തവരെ. എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇവർ കേക്കുമായിട്ട് വരുമ്പോൾ മനസ്സിലാക്കിയാൽ മതി. ഇതാണ് അവിടെ ഉപദ്രവിച്ചിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് വിചാരിച്ചാൽ മതി.